ഹലോ. അപ്പോൾ പഴയ പാൻറ്റുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? അത് വെച്ചിട്ട് ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്താലോ? അപ്പോൾ താഴ്ഭാഗം ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കുറച്ച് കീറിയതൊക്കെയാണ്. അതുമല്ല അതിൻ്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 16 ഇഞ്ചിൽ നീളത്തിൽ നമ്മൾ ആ ഒരു പാൻറ്റിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 പാൻറ്റും അതുപോലെ 16 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഇത് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ആ സ്റ്റിച്ചിൻ്റെ ഭാഗം കട്ട് ചെയ്ത് നമുക്ക് മെഷീനിൽ അതൊരു കട്ടിയുള്ള പോർഷൻ ആയതുകൊണ്ട് അത് മെഷീനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാൻറ്റിൻ്റെയൊക്കെ താഴ്ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കും. നമുക്ക് ഷേപ്പൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കും. അതും കൂടെ ഒന്ന് അഴിച്ച് വിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പാൻറ്റിൻ്റെ പോക്കറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. 2 പോക്കറ്റും ബാക്കിലെ 2 പോക്കറ്റും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തല്ലോ ആ ഒരു സ്ക്വയർ പീസ് നമ്മൾ എടുത്തിട്ട് ഒരു ലൈനിങ്ങിൻ്റെ തുണി, അതായത് ഞാൻ നേരത്തെ എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വേസ്റ്റ് വന്നൊരു തുണിയാണ് എടുക്കുന്നത്. പ്രത്യേകം ലൈനിങ് ഒന്നും വാങ്ങുന്നില്ല. ഒരു കട്ടിയുള്ളൊരു തുണി എടുക്കുന്നുണ്ട്. ആ ഒരു തുണി വെച്ചിട്ട് ആദ്യം കട്ട് ചെയ്തതായിട്ട് ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തു. അല്ലെങ്കിൽ ചെറിയൊരു പോർഷൻ ഒരു പോക്കറ്റ് പോലെ ചില്ലറ ഒക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള ഒരു പോക്കറ്റ് പോലെ അതും കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു 2.25 ഇഞ്ച് വീതിയിൽ ഒരു നീളത്തിൽ നമുക്ക് ബാഗിൻ്റെ വള്ളി എത്ര നീളത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കട്ടിങ് പീസുകൾ ചേർത്ത് വെച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു പോക്കറ്റിൻ്റെ മേൽഭാഗം മാത്രം ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ കെട്ടിയിട്ട് മടക്കി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പോക്കറ്റ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു ചെറിയ മടക്ക് കൊടുത്തിട്ടാണ് പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. ബാക്കിലും ഫ്രണ്ടിലും ഓരോ പോക്കറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ 2 പോക്കറ്റ് കൊടുക്കാം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അത് പറ്റത്തില്ല. 2 പോക്കറ്റും കൂടെ ഫ്രണ്ടിൽ പറ്റത്തില്ല. അതുകൊണ്ട് ബാക്കിലൊരു പോക്കറ്റ് ഫ്രണ്ടിലൊരു പോക്കറ്റ് ആ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ 2 പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ഉറയായിട്ടാണ് വന്നത്. അപ്പോൾ 2 സൈഡിൽ നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നല്ല വശവും ലൈനിങ്ങിനോട് ചേർത്തിട്ടിട്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പം 3 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് പോക്കറ്റ് മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ കെട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പോർഷനിലും നോച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് തിരിച്ചിട്ടിട്ട് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുത്തു കഴിയുമ്പം പതിച്ചടിക്കുക എന്ന് പറയും. അപ്പോൾ ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് അത് അവിടെ തന്നെ ഇരുന്നോളും. ഇപ്പം ഇങ്ങനെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. നല്ല രീതിയിൽ പിടിച്ച് വെച്ചിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ആ ഒരു ലൈനിങ്ങിൻ്റെ തുണി കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെ 2 സൈഡ് നമുക്ക് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് വള്ളി റെഡിയാക്കിയെടുക്കാം. വള്ളി വെക്കുമ്പം നമുക്ക് നീളത്തിൽ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ 2ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഒരു 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നീളം പിന്നെ നമുക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് നീളവും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോർമലായിട്ട് അറിയാമല്ലോ എങ്ങനെ വള്ളി അടിച്ചിട്ട് തിരിച്ചിട്ടിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ അകത്തൊരു പോക്കറ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ലൈനിങ് വെക്കുന്നതിന് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. ലൈനിങ് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ലൈനിങ് പീസിൽ അടിച്ചു കൊടുക്കുക കേട്ടോ. അടിച്ചു കൊടുത്തതിന് ശേഷം നല്ല പീസിലോട്ട് അറ്റാച്ച് ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു പോയി. ഇനി നമുക്ക് സെൻറ്റർ പോർഷൻ അടയാളപ്പെടുത്തിയിട്ട് 2 സൈഡിലോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു 2.25 ഇഞ്ച് താഴ്ത്തിയിട്ട് ഈ ഒരു വള്ളി വെച്ച് കൊടുക്കാം. വള്ളി വെക്കുന്നതിന് മുന്നേ തന്നെ അടിഭാഗം ഒന്ന് അകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു സ്ക്വയറായിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം അടുക്കി വരുന്ന രീതിയിലും കൂടിയാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്.
ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇളകി പോവാത്ത രീതിയിലിരിക്കും. ഇനി നമുക്ക് 2 വള്ളിയും അതുപോലെ ആ ഒരു വള്ളി 2 ഇടത്തും സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കാം. സിബ്ബ് വെച്ച് കൊടുക്കുമ്പോൾ നല്ല വശത്താണ് സിബ്ബ് വെച്ച് കൊടുക്കുന്നത്. സിബ്ബ് വെക്കുന്നതിൽ എനിക്ക് അത്ര പരിചയമില്ല. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനങ്ങ് ചെയ്യുവാണ്. അപ്പോൾ സിബ്ബ് ഇങ്ങനെ നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സിബ്ബ് ഇടുന്ന സമയത്ത് അല്ലാതെ ഇങ്ങനെ തന്നെ വെക്കുമ്പോൾ സിബ്ബ് ഇടുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സിബ്ബ് അകത്തോട്ട് പോകും, പക്ഷേ എങ്കിലും കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സിബ്ബിൻ്റെ കളറ് മാറ്റിയിട്ട് വൈറ്റോ അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറോ വല്ലതും എടുക്കുകയാണെങ്കിൽ, ഐസ് ബ്ലൂ കളറോ വല്ലതും എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേനെ. അപ്പോൾ ഞാൻ ഇവിടെ റെഡാണ് എടുത്തത്. എൻ്റെ കയ്യിലിരുന്നത് ഇതാണ്. ഇനി നമുക്ക് അടുത്ത പോർഷനിൽ സിബ്ബ് വെച്ച് കൊടുക്കാം. സിബ്ബ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കാം. നല്ല വശത്ത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സിബ്ബ് വെച്ച് കഴിഞ്ഞിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുവാണ്. സൈഡ് പോർഷൻ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ സിബ്ബ് ഈ ഒരു സൈഡിൽ വരുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ സിബ്ബ് അകത്ത് തന്നെ കിടന്നോളും. നല്ല രീതിയിൽ കെട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ബാഗ് ഇട്ടേക്കുന്ന. സിബ്ബൊക്കെ നല്ലതായിട്ട് അടയുന്നൊന്നും ഉണ്ടോ എന്നൊക്കെ നോക്കാം. എന്നിട്ട് നമുക്കൊരു പീസ് എടുത്തിട്ട് നമുക്കൊരു ബോ വെച്ച് കൊടുക്കാം. നമുക്കൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനത്തെ ഒരു ബോയാണ് നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്തെടുക്കാം. 3 ഇഞ്ചാണ് വീതി എടുത്തേക്കുന്നത്. നീളം നിങ്ങൾക്ക് എത്ര വലിപ്പമാണ് ബോയ്ക്ക് വേണ്ടത് അതനുസരിച്ച് എടുക്കാം. അപ്പം ആ സെൻറ്റർ പോർഷൻ അടയാളപ്പെടുത്തിയിട്ട് 2 ഭാഗത്തു നിന്നും അങ്ങോട്ടേക്ക് മടക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനൊരു ബോ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ തുന്നിയെടുക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തുന്നിയെടുക്കാം. അറിയിരിക്കുമല്ലോ, നമ്മൾ ബോയൊക്കെ കുട്ടികളുടെ ഉടുപ്പിൻ്റെ ബാക്കിലൊക്കെ വെക്കുന്നതാണല്ലോ. എന്നിട്ട് ഇങ്ങനെ ഒരു പീസ് കൂടെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ക്ലിപ്പൊക്കെ ഉണ്ടാക്കുന്നതും ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇങ്ങനത്തുള്ള പരിപാടികളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ടും പഴയ ഒരു പാൻറ്റ് വെച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക് യു.